നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ വിശ്വസമുദ്ര കമ്പനി കരകയറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ്. ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള 6 വരി പാതയുടെ അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് ഓച്ചിറ ഭാഗത്തായിട്ടാണുള്ളത്. ഓച്ചിറയിൽ നിന്ന് കായംകുളം ഭാഗത്തോട്ട് പോകുന്ന ഡയറക്ഷനിലായിട്ടാണുള്ളത്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ചിരിയും കൂടി അവിടെ നടന്നിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വേറെ പരിപാടിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. നിലവിലിപ്പം കായംകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ ഓച്ചിറ അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ അടുത്തൂടെ ഉള്ള റോഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ തിരിഞ്ഞ് കരുനാഗപ്പള്ളി ഭാഗത്തോട്ട് പോവുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 12/12/2025 വെള്ളിയാഴ്ച രാവിലെ ഏകദേശം 7 മണിക്കും 7:30ക്കും ആണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ 12 വിളക്ക് മഹോത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം കാണുന്ന ഈ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയായിരുന്നു കുറച്ച് ദിവസമൊക്കെ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. 12 വിളക്ക് ദിവസത്തിനിടയ്ക്കൊക്കെ വലിയ മഴയൊക്കെ പെയ്തപ്പം ആകെ കുളമായി കടന്നിരുന്ന ആ ഒരു റോഡൊക്കെ ഇപ്പം കണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഓച്ചിറയിൽ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. വേറെ വലിയ പണികളൊന്നുമില്ല. ആദ്യം ഞാൻ വീഡിയോ എടുക്കാമെന്ന്, അതായത് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റിൽ വീഡിയോ എടുക്കാമെന്ന് കരുതിയിരുന്നത് ഇതിനിടയ്ക്കായിട്ടുള്ള അണ്ടർപാസുകളുടെ അപ്ഡേഷനും പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അപ്ഡേഷനും മാത്രം ഇതിനകത്തൂടെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപാട് കമൻറ്റിനകത്തൂടെ ചോദ്യം വരും, എല്ലാം മുഴുവനായിട്ടും കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചോട്ട്. അതുകൊണ്ട് നമ്മൾ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഫുൾ വീഡിയോ അങ്ങ് ഇടുകയാണ്. കുറച്ച് സ്പീഡിലായിട്ടാണ് പോകുന്നത്. നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പണി നടന്നിട്ടുണ്ടോ എന്നൊന്നും പറയാനായിട്ട് ഒന്നുമില്ല. കുറച്ച് പണികൾ മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മളിപ്പം ഈ ഒരു ഓച്ചിറ സിഗ്നൽ നിന്നിരുന്ന ഭാഗം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഒരു ബിൽഡിങ്, ടോൾ പ്ലാസ വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബിൽഡിങ് അതിന് വേണ്ടിയിട്ടുള്ളത് ഇടത്തേ സൈഡിലായിട്ട് ആൾക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെ ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽഡിങ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. മുമ്പോട്ട് വരുന്നിടത്ത് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ടോൾ പ്ലാസ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ മിക്ക ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇപ്പം കല്ലൂർ മുക്കായിട്ടുണ്ട്. കല്ലൂർ മുക്കിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് നിന്നാണ്ട് ഒരു ബിൽഡിങ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ടൊരു 3 നില കെട്ടിടവും അവിടെ കുറച്ച് പണി കഴിഞ്ഞ് കിടക്കുകയാണ്. നേരെ ഇനി മുമ്പോട്ട് പോകുകയാണ്. നമ്മൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പരബ്രഹ്മ ഹോസ്പിറ്റൽ എത്തിയിട്ടില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇവിടുന്ന് ഇടത്തോട്ട് കയറിയാണ് പരബ്രഹ്മ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, ബോക്സ് കൾവർട്ടൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നെ നമുക്ക് പറയാൻ വേറെ ഒന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. നമ്മൾ പള്ളിമുക്ക് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പള്ളിമുക്ക് ഭാഗം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. വലത്തേ സൈഡിലായിരുന്നു ആദ്യമേ ടാറിങ് വർക്കുകൾ നടന്നത്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് പണി കുറച്ച് പുരോഗമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. 6 വരി പാതയുടെ നിർമ്മാണം കുറച്ചും കൂടെ അവിടെ ഫിനിഷായി കിടക്കുകയാണ്. റോഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം പണി നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് നമ്മൾ വലിയകുളങ്ങര ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലിയകുളങ്ങര ഭാഗത്ത് നമ്മൾ ഇടയ്ക്ക് മണ്ണ് നീക്കം ചെയ്തിട്ട് പിന്നെ മീഡിയൻ ക്രാഷ് ബാരിയർ പണി ആ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഈ ഒരു ബാരിക്കേഡ് എടുത്ത് അടുക്കി വെച്ചിട്ടാണ് ഇടയ്ക്കായിട്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അവിടെ ഒരു വീതിക്കുറവ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഇവിടെ വെച്ചിട്ടാണ് അപകടം ഉണ്ടായി 3 പേര് മരണപ്പെട്ടത്. അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ടുമാണ്. ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊക്കെ കുറച്ച് നാളിന് മുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞാണ്. ഇവിടെയും 2 സൈഡിലുമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റൊക്കെ വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നേരെ ചങ്ങംകുളങ്ങര ബ്ലോക്ക് ജംഗ്ഷൻ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വീഡിയോ ആദ്യം കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ
മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റും. കുറേ കൂടി വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡിൽ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തും കുറച്ചും കൂടി ഒരു 2 ലോഡ് മണ്ണും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ വലത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മണ്ണ് കുറച്ചും കൂടെ മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ നാട്ടിലെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് തള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് പട്ടികളുടെ ശല്യവും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. കനാലിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് നടന്നതായിട്ട് കാണാം. സർവീസ് റോഡിൻ്റെ പൂർണ്ണമായിട്ടല്ല, സർവീസ് റോഡ് പണിയുന്നതിന് മുമ്പായിട്ടുള്ള പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇടത്തേ സൈഡിൽ കൂടിയുള്ള സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത്. അതറിയാതെ ചിലവർ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടതുഭാഗത്തുള്ള 3 വരി കൂടെ കയറി അവിടെ അണ്ടർപാസിൻ്റെ അടുത്ത് പോയി വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വവ്വാക്കാവ് എത്തുമ്പം നിലവിലിപ്പം ഇടത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലതുഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ചും കൂടെ ദൂരം വരെ കായംകുളം ഡയറക്ഷനിലോട്ട് കുറച്ചും കൂടെ ദൂരം വരെ ആ ഒരു സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം വവ്വാക്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. പണി ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. വലതുഭാഗത്തൊരു ഭാഗം മാത്രം മുകളിലത്തെ കോൺക്രീറ്റിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇടതുഭാഗത്ത് പകുതിയുടെ പകുതിയോളം നിൽക്കുകയാണ്. നേരെ പിന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുന്ന് പിന്നെ പുതിയകാവ് വരെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിപ്പം എടുത്തു പറയാനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ ഓച്ചിറയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയ്ക്ക്. അത് പലപ്പോഴും പറയുന്നതാണ്. പലപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആക്സിഡൻ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കറുത്ത ലൈൻ മാർക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരെ മുമ്പോട്ട് നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കറുത്ത വരയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ചെയ്യുന്നതായിരിക്കുമെന്നാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നിയത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ഒരുപാട് ബാക്കി കിടക്കുകയാണ്. അപ്പം മഴയൊക്കെ പെയ്ത് വലിയ ലോറിയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ സ്പീഡിൽ പോകുമ്പം ഉള്ള ചെയറെല്ലാം കൂടെ അടിച്ച് ഈ വെള്ളയും കറുപ്പും അടിച്ച് വെച്ചിരിക്കുന്ന പെയിൻറ്റിനകത്തൊക്കെ വീണ് ചവച്ച് തുപ്പിയ പോലെ ഇരിക്കും. മുറുക്കാൻ ചവച്ച് തുപ്പി ഒഴിച്ച പോലെ ഇരിക്കും. നേരെ മുമ്പോട്ട് പോവാം. ഇടയ്ക്ക് കാക്കയുടെ ശല്യമുണ്ട്. നമ്മുടെ ഡ്രോൺ ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം കാക്കകൾ വന്ന് ശല്യപ്പെടുത്താറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള പരിപാടിയാണ്. അതിന് പിന്നെ പുതിയൊരു വാർത്ത അറിഞ്ഞത് നമ്മുടെ പൊളിഞ്ഞു വീണ ഭാഗത്ത് കൊല്ലം മൈലക്കാട് ഭാഗത്തായിട്ട് തന്നെ അവിടെ ഒരു 60 മീറ്റർ നീളത്തിലായിട്ട് തന്നെ വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ മാത്രമല്ല കടവൂര് ഭാഗത്തും, അതായത് നമ്മൾ കൊല്ലം ബൈപ്പാസിൽ കല്ലുംതാഴമൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പാലമൊക്കെ ഇറങ്ങി കൊല്ലം മങ്ങാട് പാലമൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് അവിടെയും ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം പുത്തൻതെരുവ് എത്തിയിട്ടുണ്ട്. പുത്തൻതെരുവിലൊരു അണ്ടർപാസ് ഉണ്ടാവുമെന്നാണ് കുറേ നാളിന് മുമ്പേ പറഞ്ഞത്. മാത്രമല്ല ഇവിടെ കുറേ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിരുന്നതായിരുന്നു. പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മളിനി നേരെ വരുന്നത് പുത്തൻതെരുവ് കഴിഞ്ഞ് പുതിയകാവ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള 6 വരിപ്പാതയുടെ പണികളിൽ ഏറ്റവും കുറച്ച് പണികൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങംകുളങ്ങര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിടുക, പിന്നെ വവ്വാക്കാവിൽ, പിന്നെ ഈ പറഞ്ഞ പുതിയകാവിൽ അണ്ടർപാസിൻ്റെയൊക്കെ പണികളാണ് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പുതിയകാവിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചില ഭാഗത്ത് ഈ ഒരു പുതിയകാവിലെ പഴയ കുറച്ച് നാളിന് മുമ്പേ ചെയ്തു വെച്ചിരുന്ന ക്രാഷ് ബാരിയറൊക്കെ ഒരു പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഈ റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണമൊക്കെ, വാൾ ബ്ലോക്കിൻ്റെ അല്ല വാളിൻ്റെയൊക്കെ നിർമ്മാണമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് പുതുക്കി പണിയുകയാണ് ചെയ്യുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. കുറേ കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. കുറേ കൂടി 2 സൈഡിലും ആറിവാൾ പാനൽ ഉയർത്തി വെച്ചിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ടർപാസ് കഴിഞ്ഞ് ഒരു വെഹിക്കുലർ അണ്ടർപാസ്സാണ്. അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി കുറേ കൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ടെന്ന് പറയുമ്പം അങ്ങ്
തോനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു 10-12 ലോഡും കൂടെ കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു 1.5 മാസത്തിനുള്ളിൽ. നേരെ മുമ്പോട്ട് പോകുമ്പം KCB ഭാഗത്തെത്തുമ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. വലത്തെ സൈഡിൽ അവിടെ KCBയുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വലിയ 2-3 പോസ്റ്റൊക്കെ എടുത്ത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ അത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പുതിയകാവ് കഴിഞ്ഞിട്ട് ഇനി നേരെ വരുന്നത് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പറയാനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിമാൻ ജംഗ്ഷൻ എത്തുമ്പം 2 സൈഡിലുമായിട്ട് ക്രാഷ് ബാരിയറിനകത്ത് വെള്ള പെയിൻ്റ് അടിച്ച് കറുത്ത പെയിൻറ്റും അടിച്ചിട്ടുള്ള പണികളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ പണികൾ കുറേ നാളിന് മുമ്പേ ഇങ്ങനെ തന്നെ കഴിഞ്ഞ് കിടക്കുകയാണ്. പറയത്തക്ക രീതിയിലുള്ള വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നേരെ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. ഇവിടെ 2 സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വെള്ള പെയിൻ്റ് അടിച്ച് കറുത്ത ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ ഇതുവരെയായിട്ട് 2ാമത്തെ ലെയർ ടാറിങ് എങ്ങും ചെയ്തിട്ടില്ല. ആദ്യത്തെ ലെയർ ടാറിങ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം തെക്കൻ കേരളത്തിൽ വണ്ടി ഓടിച്ച് വന്ന കൂട്ടത്തിൽ ഏറ്റവും സ്മൂത്തായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് KCC ബിൽകോൺ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ടാണ്. കുറച്ച് വലിയ കുലുക്കമൊന്നും ഇല്ലാതെ 2ാമത്തെ ലെയർ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തോട് യാത്ര ചെയ്തപ്പം കുറച്ച് സ്മൂത്തായിട്ട് തോന്നിയത് KCC ബിൽകോൺ ടാർ ചെയ്ത ഭാഗത്തോടി പോയപ്പോഴാണ്. ശിവാലയുടെയൊക്കെ കുറ്റം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, അത്രയും സ്മൂത്ത് അല്ലെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇടത്തെ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതലാണ് പിന്നെ പണി ആക്റ്റീവായിട്ട് നടക്കുന്നത്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ അത്യാവശ്യം പണി ഇച്ചിരി സ്പീഡിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്. കരുനാഗപ്പള്ളി ഫ്ലൈ ഓവർ കയറാൻ പോകുന്ന ഭാഗത്തായിട്ടാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരികയാണ്. ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. വലതു ഭാഗത്തായിട്ടാണ് കൂടുതൽ പൈലിംഗ് ചെയ്ത് തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് സ്ഥലത്തായിട്ട് നടന്നിട്ടുണ്ട്. വലതുഭാഗത്ത് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്. കുറച്ച് കൂടി ആക്റ്റീവായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളിപ്പം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വരെ അവർ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടന്ന ഭാഗത്തായിട്ട് തന്നെ ഗർഡർ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഗർഡർ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അത്യാവശ്യം സ്പീഡിലായിട്ട് തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡ് വരുന്ന ഭാഗത്തേക്കാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് KSRTC സ്റ്റാൻഡ് ഉള്ളത്, കരുനാഗപ്പള്ളി. അപ്പോൾ അവിടെ ഒരു വഴി ഓപ്പൺ ആയിരുന്നു. വലത്തോട്ട് നമുക്ക് സർവീസ് റോഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊരു വഴി ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗർഡറുകൾ ഒരു ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു വഴി ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗർഡർ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബസ്സിൻ്റെയൊക്കെ മുകളിൽ വീഴും. അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്ന വാഹനങ്ങളൊന്നും കരുനാഗപ്പള്ളി സ്റ്റാൻഡിലേക്ക് കയറത്തില്ല. അത് വലതുഭാഗത്തുള്ള സർവീസ് റോഡിൽ നിർത്തിയിട്ടാണ് ആൾക്കാരെ കയറ്റിയിട്ട് പോകുന്നത്. അന്ന് ആ ഒരു വഴി അടയ്ക്കുന്ന സമയത്ത് ഗർഡർ വെക്കുന്നതിന് മുമ്പായിട്ട് അവർ വഴി അടച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങി വരണമെന്നുള്ളത്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. നമ്മൾ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഇട്ടാണ് ഒരു കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ, ബാക്കി ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം ഇവിടെയാണ്. മാത്രമല്ല ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമ്മൾ മൈജിയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇടതുഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് നടന്നിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ട് ഉള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കന്നേറ്റി പാലം എത്തുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പണി ഇവിടെ വലതുഭാഗത്തായിട്ട് ചിലപ്പം അവർ ആ റിവാൾ പാനൽ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. പിന്നെ ഇവിടെ ഈ അണ്ടർപാസിൻ്റെയും പിന്നെ പാലത്തിൻ്റെ ഇടയ്ക്കായിട്ട് വലത്തെ സൈഡിൽ
ഈ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ തിരിച്ചു പോയപ്പം ലാലാജി ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഞാൻ കുറച്ചുകൂടെ സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് പോയപ്പം എടുത്ത വീഡിയോയാണ്. അപ്പോഴത്തേക്ക് രാവിലത്തെ ആ ഒരു മഞ്ഞൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ വെട്ടമായതിനു ശേഷമുള്ള വീഡിയോ ആണ്. മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് എടുത്ത വീഡിയോ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ കുറച്ച് താഴ്ത്തിയിട്ടാണ് എടുത്തത്. അപ്പോൾ താഴ്ത്തി നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. റീലെടുക്കണമെങ്കിൽ നമുക്കിത് ഒരു ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് റീലെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഉയരത്തിലായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഹൈറ്റിലായിട്ടുള്ള നമ്മുടെ കരുനാഗപ്പള്ളിയിലെ വ്യൂ. പ്രധാനമായിട്ടും ഇപ്പം വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കൊല്ലം ജില്ലയിൽ അത്യാവശ്യം പണി നടന്നുകൊണ്ടിരിക്കുന്നത് നീണ്ടകര പാലത്തിൻ്റെയും പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയും പിന്നെ കുറച്ചുകൂടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ഈ ഒരു അണ്ടർപാസുകളിൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡിലായിട്ടാണ് കൂടുതൽ പിയറുകളുടെയും പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇടത്തെ സൈഡിലായിട്ട് പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ബാക്കി ഇനി പൈൽ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയൊക്കെ നിർമ്മാണമാണ് നടക്കേണ്ടത്. ഇവിടെ വലതുഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പൈലിംഗ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. മാത്രമല്ല പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണവും പിയറിൻ്റെയൊക്കെ നിർമ്മാണവും പുരോഗമിക്കാനുണ്ട്. അപ്പം കുറച്ചും നാളും കൂടെ കഴിയണം പണികളൊക്കെ പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.